നമസ്കാരം. കേരള വിഷൻ ചാനൽ അവതരിപ്പിക്കുന്ന ബിസിനസ് സ്റ്റാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കണ്ണൂർ ജില്ലയിലാണ്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു പുണ്യഭൂമിയാണ് ഈ കണ്ണൂർ. അതിലേക്ക് വരുന്നതിന് മുമ്പ്, കാരണം ഇവിടെ ഇന്ന് മേലെ ചൊവ്വ എന്ന ഒരു പ്രദേശം, ഒരു സിറ്റിയോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ. ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം, ഒരു ദൈവികവും നന്മയും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലത്താണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ നന്മ എങ്ങനെ പ്രകാശിപ്പിക്കപ്പെടാം, നന്മ എങ്ങനെ പ്രചരിപ്പിക്കപ്പെടാം, ആ നന്മ ശരിയായ ദിശയിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ, ആ ഒരു ചോദ്യം അന്വേഷിച്ചിട്ട് എത്തിച്ചേർന്നത് നന്മ ശരിയായ മാർഗത്തിലൂടെ സമൂഹത്തിന് മുമ്പിൽ ഏതെല്ലാം രീതിയിൽ എത്തിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള അതിനു വേണ്ടിയുള്ള ഒരു ഫൗണ്ടേഷൻ, ഗായത്രി ഫൗണ്ടേഷൻ. അതിൻ്റെ സാരഥികൾ ഇന്നിവിടെ ഇരിപ്പുണ്ട്. എൻ്റെ അടുത്തിരിക്കുന്ന ബാലകൃഷ്ണ യോഗാചാര്യ, അടുത്ത ഡോക്ടർ പ്രപഞ്ച്, നെക്സ്റ്റ് മിസ്റ്റർ സുരേഷ്, അദ്ദേഹത്തിൻ്റെ മകൻ വിവേക് സുരേഷ്. നിങ്ങളെല്ലാവരെയും ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു നന്മ നമ്മൾ പ്രചരിപ്പിക്കാൻ, ഒരു ജനമധ്യത്തിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ, അത് ശരിയായ ദിശയിലെത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രചാരണം, അതിനൊരു മീഡിയേറ്റർ, അതാണ് ഗായത്രി ഫൗണ്ടേഷൻ. ശരിയാണോ? അതെ. ഒരു ഗായത്രി ഫൗണ്ടേഷൻ്റെ, അത് സുരേഷേട്ടനായിരിക്കും ആദ്യം പറയാൻ പറ്റുക എന്നുള്ളത്. ഗായത്രി ഫൗണ്ടേഷൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? മേൽജ്യോതി മന്ദിർ എന്നുള്ള ഒരു ബിൽഡിംഗ് എനിക്ക് സ്വന്തമായി ഉണ്ടാക്കാൻ സാധിച്ചു. അതിൽ പല പ്രവർത്തനങ്ങളും ഞാൻ സ്വന്തമായിട്ടും ചെയ്തു. പിന്നെ അതിനുശേഷം യോഗാചാര്യ ബാലകൃഷ്ണൻ യോഗ ക്ലാസ് നടത്തി, ഞാൻ റെഗി ക്ലാസ്സും വാസ്തു ക്ലാസ്സും നടത്തി. അങ്ങനെ സമൂഹ നന്മക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ, ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സ്നേഹജ്യോതി മന്ത്രിലൂടെ നൽകാൻ കഴിയും. അത് നമ്മളൊരു 4 പേരും കൂടെ ചോദിച്ചേർന്നു. കാരണം 4 പേരും ഒരേ ദിശയിലേക്ക് ആഗ്രഹിക്കുന്നവരാകുമ്പോൾ എല്ലാം നല്ലതിലേക്ക് വേണ്ടി മാത്രം എത്തിച്ചേരാൻ കഴിയും. അതല്ലേ ശരി? അപ്പോൾ സുരേഷ് ഏട്ടൻ്റെ റൈക്കി ചികിത്സാ സമ്പ്രദായം, റൈക്കിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? റൈക്കി എങ്ങനെയാണ്, റൈക്കി എന്ന ചികിത്സാ സമ്പ്രദായത്തെ കുറിച്ച്? റൈക്കി ഒരു സ്വയം ചികിത്സാ സമ്പ്രദായമാണ്. അതിൽ മരുന്നോ ഒന്നോ ആവശ്യമില്ല. നമ്മളെ പ്രാണനെ കൊണ്ടുള്ള ഒരു അഭ്യാസം തന്നെയാണ് റൈക്കി. പ്രാണനെ നമ്മളെ ശുദ്ധീകരിക്കാനുള്ള കഴിവ് പ്രാണശക്തിക്കുണ്ട്. അതിലെ കൂടിയാണ് റൈക്കി. അതിലെ പ്രാണശക്തി നമ്മുടെ ശരീരത്തിലേക്ക് എത്രത്തോളം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ അതിലാണ് ഇമ്പോർട്ടൻ്റ്. ഒരു ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ ശരീരം മുഴുവനും ഓക്സിജൻ്റെ ശ്വസിക്കാനുള്ള കഴിവ്, അത് നമ്മൾ പ്രാണായാമത്തെ കൂടി അഭ്യസിക്കുന്നുണ്ട്. അതാണ് റൈക്കി ചികിത്സ. അത് ആദ്യമായിട്ട് അത് ചെയ്യും. പിന്നെ നമ്മൾ പ്രപഞ്ചത്തിലുള്ള ശക്തിനെ ആവാഹിക്കും, കയ്യിൽ കൂടി ആവാഹിച്ചിട്ട് ഓരോ പോയിന്റിലെ ഷഡാധാരങ്ങളിൽ, അങ്ങനെ 27 ആധാരങ്ങളിലേക്ക് നമ്മൾ സ്പർശിക്കും 2 കൈയും വെച്ച്. അങ്ങനെ ആ സ്പർശനം 21 ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രപഞ്ചമായിട്ടുള്ള ഒരു ബന്ധം, എല്ലാം നമ്മുടെ ശരീരം മുഴുവനും ഒരു പ്രപഞ്ചശക്തിന്റെ ഉറവിടമാണ്. നമുക്ക് നേടിയെടുക്കാൻ കഴിയും ആ ഒരു ശക്തി. ആ ശക്തിയോടുകൂടി നമ്മുടെ ആരോഗ്യം വളരെ നല്ല രീതിയിലേക്ക് മാത്രമല്ല മാനസികമായിട്ടുള്ള നല്ല അവസ്ഥ മാറ്റാൻ കഴിയും. നല്ലൊരു അവസ്ഥ നേടിയെടുക്കാൻ റൈക്കി ചികിത്സാ സമ്പ്രദായത്തോടെ കഴിയുന്നത്. പക്ഷേ ഈ റൈക്കി ചികിത്സാ സമ്പ്രദായം നമ്മുടെ ഒരു പ്രചരണത്തിന് വളരെ പുറകിലാണ്. കേരളത്തിൽ വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമേ അത് ചികിത്സാ സമ്പ്രദായം നടത്തുന്നു. അതൊരു പ്രചരണം നമുക്ക് കേരളത്തിൽ മൊത്തത്തിലെത്തിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു പരാതി സുരേഷ് ഏട്ടനുണ്ടോ? അത് പരാതിയുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഒറ്റമൂലി എന്നുള്ള ഒരു മാഗസീനിന്റെ പ്രവർത്തനം തുടങ്ങിയത്. അതിലെ കൂടി നമ്മൾ ഒരു സബ്ജക്റ്റും പ്രത്യേകം എടുത്ത് ജനമധ്യത്തിലെത്തിക്കാനുള്ള ഒരു സമ്പ്രദായം. കേരളം മുഴുവൻ ഇപ്പം റൈക്കിയെ കുറിച്ച് നമ്മൾ മാഗസിനിലൂടെ നമ്മൾ തന്നെ ആ ഒരു പ്രചരണം കൊടുക്കാൻ നമുക്ക് ഒറ്റമൂലി എന്ന മാഗസിൻ വളരെ നല്ലതാണ്. പിന്നെ വാസ്തു ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് വാസ്തുവിൻ്റെ ഒരു പുതിയൊരു മുഖവും. കാരണം നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ സുരേഷ് ഏട്ടന്
ആ ഫർണിച്ചറിൻ്റെ അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്തൊക്കെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതും ഒക്കെ നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. ലോകം മുഴുവൻ നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും. വാസ്തുവിൽ വളരെയധികം വാസ്തുവിന്റെ പ്രാധാന്യം എത്രത്തോളം? വാസ്തു ഒരാളുടെ ജീവിതത്തിന് പ്രധാനപ്പെട്ടത് വാസ്തുവാണ്. ഒരാളുടെ ജീവിതത്തിൽ മുന്നേറ്റം വാസ്തുവിനെ കൂടി സാധിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയുള്ള നമ്മൾ ഒരു കറക്ഷനും വാസ്തു, നമ്മളിപ്പം ഒരു വീട് പൊളിക്കണം അല്ലെങ്കിൽ കക്കൂസ് പൊളിക്കണം എന്നുള്ള ഒരു ഇതും എൻ്റെ വാസ്തുവിലില്ല. എല്ലാം ചെറിയ ചെറിയ കറക്ഷൻസേ വേണ്ടുള്ളൂ വാസ്തു കറക്റ്റ് ചെയ്യാൻ. അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും. നമുക്ക് ഒരു വീട് 0 ഡിഗ്രിയിൽ കുറഞ്ഞിട്ട് ചിലപ്പോൾ കാണും ആ റീഡിങ്ങിൽ. അത് പെൻഡൽ റീഡിങ്ങിനെ കൂടി അത് സാധ്യമാവുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ കറക്റ്റ് ഒരു വീടിന് എത്ര ഡിഗ്രി ഉണ്ട്, ഒരു റൂമിൽ എത്ര ഡിഗ്രി ഉണ്ട് എനർജി വെച്ചാൽ വായു പ്രവാഹം, അതാണ് എനർജി. ആ എനർജിയിൽ കൂടിയാണ് നമ്മൾ വളരുന്നത്. നമ്മൾ വളർച്ചയും നമുക്ക് കിട്ടുന്ന എനർജി ശരിയായ ദിശയിൽ കിട്ടുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു സേവനമാണല്ലോ. കാരണം വാസ്തു അത് ഇന്ന് നമ്മൾ പലരും വാസ്തു പല രീതിയിലാണ്. കാരണം വാസ്തുവിന്റെ അതായത് വാസ്തു പൊസിഷൻ അത് കിട്ടണം, കോടികൾ മുതലാക്കി മുടക്കി അത് കെട്ടി വരുന്നതിനെ ഇടിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥ. അപ്പൊ ഇതുകൊണ്ട് ഒരു ശരിയായ ദിശയിൽ നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് മാത്രം പരിഹാരം ഉണ്ടാക്കേണ്ടി വരും. സുരേഷ് ഏട്ടാ ഒരു ബിസിനസ്സുകാരനാണ്. എന്താണ് ബിസിനസ്? ഞാൻ കണ്ണൂർ സ്പോർട്സിന്റെ ഒരു പാർട്ണറാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ ഇത് വളരെയധികം ആത്മീയമായി നമ്മുടെ ദൈവികമായിട്ടുള്ള ഒരുപാട് നന്മയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് ഒരുപാട് കൂടുതൽ അതിൽ ആക്റ്റീവാണ്. ഇങ്ങനെ വരാനുണ്ടായ സാഹചര്യം? ഞാൻ ചെറുപ്പകാലം തന്നെ ആധ്യാത്മികമായിട്ട് അമ്മേൻ്റെ കൂടെ എല്ലാം ഇങ്ങനെ ക്ലാസ് പങ്കെടുക്കുമായിരുന്നു. അതിൽ കൂടി എനിക്കൊരു ശക്തി സംഭരിക്കാൻ കഴിഞ്ഞു വളരെ ചെറുപ്പത്തിലാണ്. അത് മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള ഒരു ഇതാണ് ഈ സ്നേഹജ്യോതിന്റെ പ്രവർത്തനം. സ്നേഹജ്യോതി ഈ മന്ദിരം നമ്മൾ ഇവിടെ നിലകൊള്ളുന്നു. നമുക്ക് ഇനി അടുത്തായിട്ട് വരുന്ന നമ്മുടെ യോഗാചാര്യ ബാലകൃഷ്ണ സ്വാമി. യോഗ എന്ന് പറയുമ്പോൾ യോഗയുടെ ഒരു വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ സ്നേഹജ്യോതി മന്ദിരത്തിൽ യോഗയും കൂടെ വരുമ്പോൾ നമുക്കത് പൂർണ്ണതയിലെത്തിക്കാൻ കഴിയും. യോഗ എന്തൊക്കെയാണ് ഇവിടെ യോഗയുടെ? ഇപ്പം യോഗം എന്ന് പറഞ്ഞാൽ ചേർച്ച എന്നർത്ഥം. ഇപ്പം എന്ത് ചേരണം, എവിടെ ചേരണം, എന്തിന് ചേരണം. ആശ്രമം എന്ന് പറഞ്ഞാൽ ഇരിപ്പ് എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. ജീവാത്മാവും പരമാത്മാവും ഐക്യമാകുന്നതാണ് യഥാർത്ഥത്തിൽ യോഗ. അത് എല്ലാ മതങ്ങളിലും അത് തന്നെ പറയുന്നു. പക്ഷേ ആ പറയുന്ന ഭാഷകൾ മനസ്സിലാകാത്തതുകൊണ്ട് ആളുകൾക്ക് അത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ജീവാത്മാവും പരമാത്മാവും ഐക്യമായാൽ അൺലിമിറ്റഡ് ബ്ലിസ്സാണ്, പരിധിയില്ലാത്ത ആനന്ദമാണ്. ഇപ്പം നമുക്കിവിടെ എല്ലാം ആനന്ദമാണ്, പക്ഷെ കുറച്ച് സമയത്തേക്കുള്ളൂ. ഇത് യോഗ ശരിക്കും അഭ്യസിക്കുമ്പോൾ പരമാനന്ദം. അത് പിന്നെ ഒരു മനുഷ്യൻ ഫിസിക്കൽ, മെന്റൽ, സ്പിരിച്വൽ ഇത് മൂന്നും കൂടിയുള്ള സമന്വയമാണ് യോഗ. അതിന് പിന്നെ ഹഠയോഗം എന്ന് പറയും. ഹഠയോഗം എന്ന് പറയുന്നതും രാജയോഗം എന്ന് പറയുന്നതും ലയോഗം എന്ന് പറയുന്നതും ഭക്തിയോഗം എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. അതിൽ അൾട്ടിമേറ്റായി നടക്കേണ്ട ജീവാത്മാവും പരമാത്മാവും ഐക്യമാവുക തന്നെയാണ് വേണ്ടുന്നത്. അത് ഇസ്ലാമിലാണെങ്കിൽ 5 വഖത്ത് നിസ്കാരം എന്ന് പറയുന്നു. ആ 5 വഖത്ത് നിസ്കാരം എന്ന് പറയുന്നത് 5 നേരം നിസ്കരിക്കുക എന്നുള്ള അർത്ഥമല്ല അതിന്. 5 ഇന്ദ്രിയങ്ങൾ എവിടെ നിന്നാണോ വരുന്നത് അവിടത്തേക്ക് തന്നെ ആ ഇന്ദ്രിയങ്ങളെ പിന്നെ തിരിച്ചു ചേർക്കുന്നതാണ് 5 വഖത്ത് നിസ്കാരം. അതേപോലെ തന്നെ ബൈബിളിൽ പിന്നെ പറയുന്നുണ്ട്, ഭയപ്പെടുന്നത് നിന്റെ കൂടെയാണ് ഞാൻ, മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിപ്പിൻ തരപ്പെടും. എന്ത് ചോദിക്കണം, എന്ത് തരപ്പെടുത്തണം, എവിടെ മുട്ടണം, അവനവന്റെ ജീവനെ കൊണ്ട് അവനവന്റെ ബ്രഹ്മരന്ധ്രം തട്ടിത്തുറന്നാൽ അവിടെ നിനക്ക് പിതാവിനെ കാണാം എന്നാണ് യേശു തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യോഗശാസ്ത്രം ശരിക്കും അതിൻ്റെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകാത്തത് കൊണ്ട് വെറും ഒരു ഫിസിക്കൽ എക്സസൈസ് ആയിട്ട് ആളുകൾ ഇതിനെ ചുരുക്കിക്കളഞ്ഞു. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന്റെ യഥാർത്ഥ മൂല്യം നഷ്ടപ്പെട്ടു പോകാൻ. ഇതിന് ശരിയായ മൂല്യത്തോടു കൂടി നമുക്ക് കാണാനെങ്കിൽ യോഗ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മനുഷ്യ ശരീരത്തിലെ നമ്മുടെ ജീവിത കർമ്മങ്ങളെ പോലും നിയന്ത്രിക്കുന്ന. അതെ, യോഗം ശാസ്ത്രമാണ്. അത് പിന്നെ ഹിന്ദു ഫിലോസഫിയിൽ 4 വേദം, 6 ശാസ്ത്രം, ന്യായം, സാങ്ക്യം, യോഗം. 3ാമത്തെ ശാസ്ത്രഗ്രന്ഥം. ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ ശരിക്കും തെളിയിക്കപ്പെടുന്നതുകൊണ്ടാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ശാസ്ത്രഗ്രന്ഥം എന്ന് പേര് വരില്ല. അപ്പം യോഗശാസ്ത്രത്തിന്റെ ശരിയായ കർത്താവ് ആരാണെന്ന് വെച്ചാൽ പരമശിവനാണെന്നാണ് പറയുന്നത്. ശിവനിൽ നിന്നാണ് യോഗയുടെ ആരംഭം. അത് പാർവതി ദേവിയാണ് ആദ്യം പഠിപ്പിക്കുന്നത്.
എന്നിട്ടാണ് പാർവതി ദേവിയാണ് പതഞ്ജലി മഹർഷി പോലെയുള്ള ഇങ്ങോട്ടുള്ള ഇത് വരുന്നത്. പക്ഷേ ഇന്ന് അറിയപ്പെടുന്നത് പതഞ്ജലിയാണ് യോഗയുടെ ആൾ എന്നാണ് അധികരും അറിയപ്പെടുന്നത്. വാസ്തവത്തിൽ ശിവസംഹിതയാണ് ഇതിന്റെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം. എല്ലാ വേദങ്ങളും പറയുന്നത് ശരിയാണ്, പക്ഷെ മനുഷ്യൻ നമ്മളത് ഓരോന്നും മാറ്റി മാറ്റി വെക്കുകയാണെന്നുള്ളത്. അത്രയേ ഉള്ളൂ. വേദങ്ങളിലെല്ലാം എല്ലാ വേദവും ഒന്ന് തന്നെയാണ്. ഏകം സത് വിപ്ര ബഹുധാവദന്തി, ഒന്നിനെ തന്നെ പലതായി പറയണം. നമ്മൾ ഇങ്ങോട്ട് എഴുതും, അറബികൾ ഇങ്ങോട്ട് എഴുതും, ഇങ്ങോട്ട് എഴുതിയാലും ഇങ്ങോട്ട് എഴുതിയാലും കാര്യം മനസ്സിലാവണം, അത്രയേ ഉള്ളൂ. അതിൽ കവിഞ്ഞ് യാതൊന്നുമില്ല. അപ്പൊ എല്ലാ മതങ്ങളിലും എല്ലാറ്റിലും നന്മയാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യന്റെ ഏറ്റവും നല്ല ഔന്നത്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പിന്നെ എല്ലാ മഹാത്മാക്കളുടെയും ലക്ഷ്യം. യോഗശാസ്ത്രത്തിന്റെ ലക്ഷ്യം അതന്നെ. അതിനാണ് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇങ്ങനെ 8 അവസ്ഥകൾ പറയുന്നത്. അവസാനം സമാധി എന്നുള്ള വാക്ക് പതഞ്ജലി യോഗസൂത്രം തുടങ്ങുന്നത് തന്നെ 4 പാദങ്ങളായിട്ടാണ്. സമാധിപാദം, സാധനാപാദം, അനുഭൂതിപാദം, കൈവല്യപാദം. അപ്പൊ സമാധി എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ആദ്യം അറിയേണ്ടതായിരുന്നു ആളുകൾക്ക്. സമാധി എന്ന് പറഞ്ഞാൽ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് മരിച്ചു പോകാന്ന്. അതല്ല, സമം ആദി. ആദിയിൽ അച്ഛനമ്മയെ ആനന്ദിച്ചതാണ്. ആ ആനന്ദത്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ഉൽപ്പത്തി വരുന്ന വെച്ചാൽ ആനന്ദത്തിൽ നിന്നാണ്. തിരിച്ച് അതേ ആനന്ദം നമുക്ക് അനുഭവിക്കുന്ന അവസ്ഥക്കാണ് സമാധി എന്ന് പറയുന്നത്. അല്ലാതെ ആൾ മരിച്ചു പോകാന്നുള്ള അർത്ഥമല്ല. 99 അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനല്ല, നിങ്ങൾ ഏതൊരു പ്രവൃത്തി ചെയ്യുന്ന സമയത്തും അസ്വസ്ഥനായിട്ടും ചെയ്യുക, ആനന്ദത്തോടും കൂടി ചെയ്യുക. ആനന്ദത്തോട് ചെയ്യുന്നത് സമാധി അവസ്ഥയാണ്. ഏത് പ്രവൃത്തിയാലും എപ്പോഴും നമുക്ക് സമാധി അവസ്ഥയിൽ എല്ലാ കാര്യവും ചെയ്യാം. അതിന് യോഗസ്ഥക ഗുരു കർമാണി എന്ന് പറയുക. അപ്പൊ നിങ്ങൾ എന്ത് പ്രവൃത്തിയാലും, വീട്ടിൽ അടിച്ചു വരുന്നതായാലും തിരക്കടില്ല, പച്ചക്കറി മുറിച്ചിടുന്നാലും തിരക്ക്, എന്തിലും നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ടും ചെയ്യുക, ആനന്ദത്തോടും കൂടി ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നുള്ളതാണ് ഇവിടെ കൺസെപ്റ്റ്. യോഗാചാര്യ താങ്കൾ യോഗ മാത്രമല്ല എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു ആധ്യാത്മിക പ്രഭാഷണം കൂടിയാണ്. ആണ്. പല ക്ഷേത്രങ്ങളിലും പല സ്ഥലത്തും പ്രഭാഷണം നടത്തുന്നതാണ്. ഈ രാമായണ മാസാചാരണത്തില് കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂർ പ്രഭാഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. സ്വന്തം സ്ഥലം പിണറായി. നമ്മുടെ പിണറായി വിജയന്റെ നാട്. പിണറായി എന്ന് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും. ഇപ്പോഴും പിണറായിൽ നന്മ നിറഞ്ഞ ധാരാളം ആളുകളുണ്ട് പിണറായിൽ. അല്ല, നന്മയില്ലാത്തവരില്ല എന്നല്ല, അത് ഏത് ഇതിലും ഉണ്ടാവുമല്ലോ, 2 വശങ്ങൾ എപ്പോഴും ഉണ്ടാവുമല്ലോ. നന്മയാണ് ഒരുപാട് പേര്, നമ്മളൊരു ഗ്രാമവും ഒക്കെ ഉള്ള ഒരു നാട്. അതെ അല്ലെ പിണറായി എന്ന് പറയുന്നത്. അപ്പോ ഈ ഗായത്രി ഫൗണ്ടേഷനിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? അത് പിന്നെ ഈ സ്നേഹജ്യോതി മന്ദിരം ഉദ്ഘാടനത്തിന് കേരളത്തിലെ എല്ലാ പ്രഗത്ഭന്മാരായ ആചാര്യന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു ഈ സ്നേഹജ്യോതി മന്ദിരത്തിന്റെ ഉദ്ഘാടനം. അങ്ങനെ ഞാൻ സിദ്ധാശ്രമത്തിന്റെ ഒരു ഫോളോവറാണ്. അപ്പോൾ സിദ്ധാശ്രമത്തിലെ ആചാര്യന്മാരെ ക്ഷണിക്കാൻ അവിടെ വന്നപ്പോൾ അവർ ഔട്ട്സൈഡിൽ പോയിട്ട് ആരെയും ഒന്നും കാണുകയും ഒന്നിനും പങ്കെടുക്കില്ല. അപ്പോൾ അവിടുത്തെ കുട്ടികളെ യോഗ പഠിപ്പിക്കുന്ന ആൾ ഞാനായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനെ ക്ഷണിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ കണക്ഷൻ ഉണ്ടായത്. അപ്പോൾ അന്ന് തൊട്ടേ ഞാനും സുരേഷാട്ടനും എല്ലാ ബന്ധം വന്നു. അങ്ങനെയാണ് പിന്നെ ഇവിടെ വരാനുണ്ടായ കാരണം. കേരളത്തിലെ എല്ലാ പിന്നെ പ്രഗത്ഭന്മാരായ ആചാര്യന്മാരെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സ്നേഹജ്യോതിയുടെ ഉദ്ഘാടനം ഉണ്ടായത്. ആ ഉദ്ഘാടന സമയത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഒരു യോഗിയും ആചാര്യനും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യത്യാസമുണ്ട്. യോഗി പിന്നെ MBBS പഠിച്ചാൽ ഒരാൾ എന്താവണം? ഡോക്ടറാണ്. ഇപ്പൊ MBBS പഠിച്ചിട്ട് ഒരാൾ എന്താ ഡോക്ടർ എന്ന് ചോദിക്കുന്ന പോലെ യോഗ പഠിച്ചിട്ട് ഒരാൾ യോഗി ആയിരിക്കണം. ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആചരിക്കുന്നവരാണ്, യോഗി എന്ന് പറഞ്ഞാൽ ചേർന്നവനാണ്. രണ്ടും കൂടെ ചേരുമ്പോൾ മാത്രമേ പൂർണ്ണതയിലെത്തുള്ളൂ. യോഗിയും ആചാര്യനും കൂടെ ചേരണം. അതെ. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യോഗി മാത്രമേ ഉള്ളൂ, ചിലപ്പോൾ ആചാര്യം മാത്രമേ ഉള്ളൂ. അത് രണ്ടും കൂടെ യോജിക്കുമ്പോൾ മാത്രമാണ് പൂർണ്ണത എത്തുന്നത്. അത് ശരിക്കും ഒരു ദിശയിലെത്തിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത്. അതെ അതെ. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കാരണം എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിൽ നമ്മൾ യോഗയുടെ ക്ലാസ്സുകൾ അതൊരു സ്വയം ഒരു എക്സസൈസ് മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ സുഖങ്ങൾക്ക് അപ്പുറത്ത് സുഖമില്ല എന്ന് മനുഷ്യൻ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ്. അതിൻ്റെ അപ്പുറത്തേക്കാണ് യോഗ കൊണ്ടുപോകുന്ന ആളുകൾ. ഇപ്പം പിന്നെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തലാണ് യോഗ എന്നാണ് 99% യോഗ കേന്ദ്രങ്ങളിലും പഠിപ്പിക്കുന്നത്. മനസ്സിനെ ഏകാഗ്രപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല. ഉറങ്ങുന്ന സമയത്ത് മനസ്സ് ഉള്ളിലേക്ക് പോകുന്നുണ്ട്, മനസ്സിനെ എടുത്ത് ഓഫാക്കുന്നു, ബുദ്ധിനെ എടുത്ത് ഓഫാക്കുന്നു. മനസ്സിനെ ബുദ്ധിനെ എടുത്ത് ഓഫാക്കുന്ന ആരാണ്? അയാളാണ് യഥാർത്ഥ നമ്മൾ. അപ്പം മനസ്സിനെ ഏകാഗ്രപ്പെടുത്തലല്ല യോഗ. മന നിർവിഷയം ധ്യാനം. മനസ്സില്ലാണ്ടായ സമയത്താണ് ധ്യാനം നടക്കുന്നത്. പുഷ്പം ഫലസ്യ കാരണം, ഫലം പുഷ്പവിനാശനം. ഒരു പൂ വിരിയുന്ന മാതിരിയാണ്. പൂവ് വിരിഞ്ഞ് കൊഴിഞ്ഞു വീണു പോയാലല്ലേ ഫലം വരുള്ളൂ. അതേപോലെ മനസ്സ് തനിയെന്നെ നശിച്ചു പോകും. നശിക്കാൻ വേണ്ടി നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സ് തെളിയലാണ് നമ്മുടെ ഉദ്ദേശം. മനസ്സ് തെളിയാൻ എന്താണ് ആളുകൾ ചെയ്തു കൊടുക്കുന്നത്? പിന്നെ മനസ്സിനെ കലക്കി കൊടുക്കുന്നു. ഈ കലക്കൽ വിട്ടാൽ മതി, മനസ്സ് തന്നെ തെളിഞ്ഞു കൊടുക്കും. നബി അത് പറയുന്നുണ്ട്. എനിക്കും നിനക്കും ഇടയിൽ ഒരു മറയുണ്ട്, ആ മറ വലിച്ചു നിൽക്കാൻ പറയുന്നു. മറ മനസ്സാണ്.
മനസ്സാണ്. മനസ്സിനെ വലിച്ചു നിൽക്കണം. അപ്പോൾ ആത്മസ്വരൂപമായി മാറും. രാമായണം അടിവരായിട്ട് പറയുന്നതാണ്, മന കൃതം കൃതം രാമ ന ശരീരകൃതം മനേവ മനുഷ്യാണാം കാരണം ബന്ധവശം. മനസ്സാണ് എല്ലായിട്ടും തടസ്സം നിൽക്കുന്നത്. ആ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ ശ്രമിക്കുന്നതോടുകൂടി ലോകത്തിൽ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പ്രതലത്തിലേക്ക് ചുരുക്കുകയാണ്. ആ ചുരുക്കുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ എതിർദിശയിലേക്ക് മനസ്സ് സഞ്ചരിച്ചേ മതിയാവുള്ളൂ. പിന്നെ ക്ലോക്കിന്റെ പെൻഡിലും മാതിരി തെറ്റിലേക്ക് പോയിക്കൊണ്ട്. മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ ഒരിക്കലും ശ്രമിക്കരുത്. അത് ആ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തലല്ല യോഗ. യോഗശാസ്ത്രം അതിന് പറയുന്നേയില്ല. നിർവിഷയം എന്ന് പറഞ്ഞാൽ മനസ്സില്ലാണ്ടാകുന്ന സമയത്ത് അതാണ് ചിത്തവൃത്തി നിരോധം എന്ന് പറഞ്ഞത്. ചിത്തത്തിന്റെ വൃത്തിയാണ് മനസ്സ്. അടിസ്ഥാനപരമായിട്ട് പഠിപ്പിക്കാത്ത കൊണ്ടുമാണ് ഇവിടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അത് ശരിയായ ഒരു ദിശയിലേക്ക് എത്തിക്കുന്നില്ല. ഇല്ല. അപ്പോൾ ഈ യോഗയിൽ ശിഖിരങ്ങളുണ്ടോ? എന്താണ് ശിഖിരങ്ങൾ? പോലെ യോഗ ബ്രാഞ്ചസ് പോലെ അങ്ങനെ 1ാം ഘട്ടം 2ാം ഘട്ടം അങ്ങനെ യാതൊന്നുമില്ല. അതൊക്കെ പിന്നീട് വന്ന ആളുകൾ ഉണ്ടാക്കിയതാണ്. കാരണം യോഗ എന്ന് പറഞ്ഞാൽ ഒരു തൈ നടുന്ന മാതിരിയാണ്. തൈ നട്ട് പിറ്റേ ദിവസം തന്നെ തേങ്ങ പറിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് നിയമം എന്നൊക്കെ പറഞ്ഞത്. ആ തൈ നട്ട് അതിനെ വേലി കെട്ടി വെള്ളമൊക്കെ കൊടുത്ത് അതിനെ സംരക്ഷിച്ചിട്ട് കൊണ്ടുവരുന്ന മാതിരി തന്നെയാണ് യോഗ. യോഗ എന്ന് പറഞ്ഞ ഒരു ജീവിത ചര്യയാണ് വാസ്തവം പറഞ്ഞാൽ. ആരോഗ്യം എന്ന് പറഞ്ഞാൽ 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കുള്ള ഒരു കോഴ്സല്ല. ജീവിതം പര്യവസാനിക്കുന്നവരെ ആരോഗ്യത്തോടും ആനന്ദത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സംരംഭമാണ് യഥാർത്ഥത്തിൽ യോഗ. അല്ല ഒരു 6 മാസത്തെ കോഴ്സോ ഒന്നുമല്ല. അതായത് ഒരു നിത്യം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. അപ്പൊ ഇത് ജീവിതത്തിലേക്ക് നിത്യേന നമ്മൾ പകർത്തുകൊണ്ടിരിക്കുമ്പോഴേക്ക് നമുക്ക് സമാധാനം ഉണ്ടാവും, നമുക്ക് ക്ഷമയുണ്ടാവും, ഒക്കെ ഉണ്ടാവും. എല്ലാം വന്നു ചേർന്നോളൂ. നിങ്ങളത് അതിനുവേണ്ടി പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നിങ്ങളത് ഒരു തൈ നട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംരക്ഷിക്കുകയാണെങ്കിൽ അത് ഫലം തന്നോളും എന്ന് പറയുന്ന അത് പൂർണ്ണതയിലെത്തുമ്പോൾ നമുക്ക് ഒരിക്കൽ നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് സമാധാനം ഉണ്ടാവും. പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത ഒരു നല്ല നന്മയുള്ള ഒരു വലിയൊരു മഹാരാജ്യമായിട്ട് നമ്മൾ മാറും. അല്ലെന്താ സംശയം? യാതൊരു സംശയമില്ല. ഇനി അടുത്ത ഡോക്ടർ പ്രപഞ്ച് വളരെ ഒരു പ്രപഞ്ചവുമായിട്ട് വളരെയധികം ബന്ധമുള്ളൊരു പേര്. അതിൽ ഡോക്ടർ ആയുർവേദം വളരെയധികം സ്പെസിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. ആയുർവേദത്തിലെ ഡോക്ടർ മരുന്നുകൾ ഒരുപാട് ഇന്ന് വളരെ മാർക്കറ്റിൽ സുലഭമാണ്. കഷണ്ടിക്ക് മരുന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ എല്ലാവരെയും ബുദ്ധിമുട്ടിലാക്കുന്ന, ഏറ്റവും കൂടുതൽ അവരുടെ മനസ്സെപ്പോഴും ഈ നേരത്തെ നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുന്ന നിമിഷം എന്ന് പറയുന്നത് ഈ കഷണ്ടി തന്നെയാണ്. കാരണം നമുക്ക് മറ്റുള്ള പല രീതിയിൽ അതിന് പല ഹെയർ ഫിക്സിങ് ഇങ്ങനെ പോലെയുള്ള സംവിധാനങ്ങൾ, ആധുനിക സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന ഹെയർ, അതാണ് യഥാർത്ഥ റിയൽ ആയിട്ടുള്ളത്. അതിനുള്ള മരുന്ന് ഡോക്ടർ കണ്ടുപിടിച്ചു. അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അഗസ്ത്യയുടെ ഗുണം പറയുന്നതിന് മുന്നേ നമ്മുടെ വൈദ്യാസ് ആയുർവേദത്തിനെ പറ്റി തീർച്ചയായിട്ടും പറയാം. വൈദ്യാസ് ഇപ്പം നമ്മൾ 4 പേരുമായിട്ടുള്ള ഗായത്രി ഫൗണ്ടേഷൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. യോഗ, രേഖി, വാസ്തു, ആയുർവേദ സസ്യങ്ങളുടെ സംരക്ഷണം. അപ്പം അതിലെ ഒരു ഭാഗമാണ് ആയുർവേദ മരുന്നുകളുടെ അത് ശരിയായ പാരമ്പര്യത്തിൽ ഊന്നിയതും ശാസ്ത്രീയമായിട്ടുള്ള നല്ല റിസൾട്ടുള്ള മരുന്നുകൾ ജനങ്ങൾക്ക് നൽകുക എന്ന ഉദ്ദേശം. ആ ഉദ്ദേശത്തിൻ്റെ പരമായിട്ടാണ് വൈദ്യാസ് ആയുർവേദിക്സ് ഇവിടെ തുടങ്ങുകയും അതിൻ്റെ അണ്ടറിൽ തന്നെ ഒരുപാട് മരുന്നുകൾ, ആയുർവേദ മരുന്ന് ചെടികൾ പരിപാലിക്കുന്ന പൂക്കാരി ഗാർഡൻ, ഇതൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ആയുർവേദ മരുന്നുകളുടെ ഇതിൽ പറയുമ്പം നമ്മൾ ശരിക്കും നല്ലൊരു റിസർച്ച് വിങ് തന്നെ ഇവിടെ ഉണ്ട്. ആ റിസർച്ച് വിങ്ങിൻ്റെ കണ്ടുപിടുത്തമാണ് ശരിക്കും അഗസ്ത്യ 3 ടോൺ ഹെയർ ഓയിൽ. അഗസ്ത്യ 3 ടോൺ ഹെയർ ഓയിൽ ഇപ്പം ശരിക്കും ഒരു മിറാക്കുലസ് റിസൾട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. GMB സർട്ടിഫൈഡിലാണ്, ഗവൺമെന്റ് ലൈസൻസ് ഉള്ള പ്രോഡക്ട്സ് ആണ്. ഏകദേശം 20ഓളം ആയുർവേദ പ്രൊഡക്റ്റുകൾ വൈദ്യാസ് ആയുർവേദിക്സ് ഉണ്ട്. 20ഓളം. ഇപ്പം നമ്മൾ മെയിനായിട്ട് ഹെയർ ഫോളിന്റെ ഈ ഒരു കാരണം അത്രയധികം റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. ബാക്കി പ്രോഡക്ട്സും അതിനേക്കാൾ മെച്ചമായിരിക്കുന്നതാണ്. എങ്കിലും ഇതിനെ ആദ്യം ഒന്നിനെ ശരിക്കും കേരള മാർക്കറ്റിലും ജനങ്ങൾക്കും എല്ലാവർക്കും പരിചയപ്പെടുത്തി അതിന്റെ ഗുണം ജനങ്ങളിൽ എത്തിച്ച് അതിനുശേഷം മറ്റുള്ള പ്രോഡക്ട്സിനെ കൂടി നോക്കാന്നുള്ളത് കൊണ്ടാണ്. 3 സ്റ്റേജ് എന്നല്ല, അഗസ്ത്യ 3 ടോൺ ഹെയർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഈവൻ കഷണ്ടി ആയിട്ട് തിരിച്ചു വന്നിട്ടുള്ള ഒരു സ്റ്റേജ്. എൻ്റെയൊക്കെ സ്റ്റേജ് ഞാൻ ആ സ്റ്റേജിലേക്ക് പാരമ്പര്യമായിട്ട് കഷണ്ടി ഉള്ള ഒരാളാണ്. അപ്പോൾ ആ ഇതിലേക്ക് പോയി അതിനുശേഷം അഗസ്ത്യ റിസർച്ച് ചെയ്യേണ്ട ആ സമയത്ത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ മുടി തിരിച്ചു വന്നു, എൻ്റെ പഴയ സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഒരു റിസൾട്ട് അതിൽ നിന്ന് കിട്ടി. പിന്നെ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ആദ്യം ഇപ്പം മാർക്കറ്റിൽ വന്നിട്ട് കണ്ണൂർ മാർക്കറ്റിൽ വന്നിട്ട് ഏകദേശം 2-3 വർഷമായി.
അപ്പോൾ ആ ടൈമിൽ തന്നെ ഞങ്ങളിവിടെ ഫുൾ എല്ലാവർക്കും കുറേ ആദ്യം നല്ലവണ്ണം കൊടുത്തിരുന്നു ആ ഹെയർ ഓയിൽ. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ റിസൾട്ട് 100% നമുക്ക് റിസൾട്ട് അന്നേരം ലഭിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പോൾ ആ കോൺഫിഡൻസിലാണ് പിന്നെ അത് ഓൾ കേരള മാർക്കറ്റിലും ശരിക്കും അതിൻ്റെ ബിസിനസ്സായിട്ട് അതിൻ്റെ വിപണനം വിപുലീകരിച്ചത്. അപ്പോൾ അത് മുടി കൊഴിച്ചൽ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. മുടി കൊഴിച്ചലിന് മാത്രമല്ല ശരിക്കും അഗസ്ത്യ 3 ടോൺ എന്ന് പറഞ്ഞാൽ മുടി കൊഴിച്ചൽ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, മുടി പോയ സ്ഥലങ്ങളിൽ മുടി വരുന്നുണ്ട്, താരൻ പോകുന്നുണ്ട്, പിന്നെ നര പോകുന്നുണ്ട്, കൂടാതെ ENT പ്രശ്നങ്ങൾ മൊത്തം മാറുന്നവരാണ്. അതൊരു ശരിക്കും ചെവിവേദന, തലവേദന, ജലദോഷം. ഒരുപാട് പേര് ഈ പഴകിയ ജലദോഷം മാറാത്ത, എത്രയോ മരുന്ന് കുടിച്ചിട്ടുള്ള മാറാത്ത ജലദോഷവും തലവേദനയും മാറിയ ജനങ്ങൾ ഞങ്ങൾ ഇവിടെ എല്ലാവരുടെയും അഡ്രസ്സ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും ആൾക്കാർ പറഞ്ഞിട്ടുള്ള റിസൾട്ടാണത്. നമ്മളത് അവകാശപ്പെടുന്നതല്ല, കാരണം ഇത് ഉപയോഗിച്ച് അവർക്ക് കിട്ടിയ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ റിസൾട്ടാണ്. പലരും പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഉപയോഗിച്ചിട്ട് ചെവിക്കുണ്ടാകുന്ന നീർക്കെട്ട് ശരിക്കും കേൾക്കാത്ത പോലെ ഇത് ഉപയോഗിച്ച് 2 ദിവസം കൊണ്ട് പോയി. അതൊക്കെ പറയുമ്പം അതൊരു പോയിന്റായി വരുന്നു. നമ്മളെ കാരണം എന്ന് വെച്ചാൽ ഈ അഗസ്ത്യയുടെ ഹെയർ ടോൺ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് അത് നമുക്ക് ശരിയായ ഒരു ദിശ അതുകൊണ്ട് ഞങ്ങൾ അഗസ്ത്യ 3 ടോൺ ഹെയർ ഓയിലിന് ഒരു സമ്പൂർണ്ണ ആരോഗ്യത്തിനുള്ള ഒരു ഒറ്റമൂലി അത് ആ വിധത്തിൽ മീൻസ് തലയുടെ മാത്രമല്ല മൊത്തം ശരീരത്തെ. കാരണം അത് മാനസികമായിട്ട് ഒരു സന്തോഷം നൽകുന്നത്, മനസ്സിന് ഓർമ്മശക്തി ഉണ്ടാകുന്നു. മീൻസ് അങ്ങനെ ബ്രെയിൻ സ്റ്റിമുലന്റ് ആയിട്ടുള്ള മരുന്നുകൾ അതിലുണ്ട്. അപ്പൊ അതിന്റെ ഇതിൽ തന്നെ ആ ടെൻഷനൊക്കെ കുറഞ്ഞു. അപ്പം തന്നെ ആ മുടി കൊഴിച്ചിൽ കുറയും, ടെൻഷൻ കുറയും. കാരണം മുടിയുടെ കാര്യത്തിൽ ഞങ്ങൾ മെയിൻ പറയാൻ കാരണം മുടിയാണല്ലോ ഇപ്പം സൗന്ദര്യത്തിന്റെ ഒരു കൺസെപ്റ്റ് തന്നെ മുടിയിലാണ് വെക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിനൊക്കെ ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് ഈ മുടി കൊഴിയുന്നത് ഒരു കാരണം. ഒരുപാട് കാരണങ്ങളുണ്ട്, അതിലൊരു കാരണം അതാണ്. അപ്പൊ ഇതിന് നമ്മള് ശരിയായ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? എത്ര ദിവസം? ദിവസവും കുളിക്കുന്നതിന് മുന്നേ, നോർമലി കുളിക്കുന്നതിന് മുന്നേ ഓയിൽ തേച്ചിട്ടാണ് കേരളീയർ എല്ലാവരും കുളിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ കുളിക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ തേച്ച് പിടിപ്പിച്ച് കുളിക്കുക. അത് സോപ്പ് അതൊന്നും ഉപയോഗിക്കേണ്ട, സോപ്പ് ഷാമ്പു ഒന്നും കഴുകിക്കളയാൻ ഉപയോഗിക്കേണ്ട. ഏതെങ്കിലും എണ്ണമയം തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ലൈറ്റ് ഷാമ്പു എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകിക്കളയാൻ മാത്രമാണ്. അല്ലെങ്കിൽ വാകപ്പൊടിയോ ഈ ചെറുപയർ പൊടിയോ ഉപയോഗിച്ച് നല്ലവണ്ണം കഴുകണം. 100% സൈഡ് എഫക്റ്റ് ഇല്ലാത്ത 100% സൈഡ് എഫക്റ്റ് ഇല്ല. 100% സൈഡ് എഫക്റ്റ്. കാരണം അത്രയും കോൺഫിഡൻസ് തന്നെ എത്രയോ ജനങ്ങൾ ഈവൻ ഞങ്ങൾ ആദ്യം ചെറിയ ഏജിൽ തിരിച്ചു വരുന്നുണ്ടാകും. 60 ഇയേഴ്സിന് മേലെയുള്ള ആൾക്കാർക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. വെള്ളമുടി ഫുള്ളായി വന്നിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. കാണിച്ചു തരാം ഞങ്ങൾക്ക് മുടി വന്നിരുന്നാണ്. അത്രയും നമ്മൾ കൊടുക്കുന്ന റിസൾട്ടിന്റെ ഭാഗം. അതെ. അത് ശരിയായ മാർക്കറ്റിംഗ് എങ്ങനെയാണ്? അതിന്റെ മാർക്കറ്റിംഗ് ഇപ്പം ഈ ഓൾ കേരള ഡിസ്ട്രിബ്യൂഷനായിട്ട് ഇപ്പം കഴിഞ്ഞ ഒരു മെയ് 5-6 മാസമായുള്ളൂ. ആദ്യം കണ്ണൂർ, കാസർഗോഡ്, കാലിക്കറ്റിൽ ഡയറക്റ്റായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയം തന്നെ കണ്ണൂരിലും കാസർഗോഡിലും കാലിക്കറ്റിലും നമ്പർ 1 ആയിട്ട് പോയിരുന്ന ഒരു എണ്ണയാണിത്. ഇപ്പം പിന്നെ അത് ഓൾ കേരളയായി. ഓൾ കേരളയായപ്പോൾ ഞങ്ങൾക്ക് സൂപ്പർ സ്റ്റോക്കിസ്റ്റുകളുടെ സൗത്തും നോർത്തും ആയിട്ട് എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും എല്ലാ ഇംഗ്ലീഷ് ആയുർവേദ മരുന്ന് ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. വളരെയധികം സുലഭമാണ്. ഇതിന്റെ മാനുഫാക്ചറിംഗ് ഇവിടെ തന്നെയാണ്. GMB സർട്ടിഫൈഡ് കമ്പനിയാണ്. മീൻസ് ഓൾമോസ്റ്റ് എല്ലാ മോഡേൺ എക്യുപ്മെന്റ്സും അതിനാവശ്യമുള്ള ആയുർവേദിക്കിന് ആവശ്യമുള്ള എല്ലാ മോഡേൺ എക്യുപ്മെന്റ്സും ഉള്ള ഈവൻ ഞങ്ങളുടെ ലാബും അത്രയും നല്ല എക്യുപ്ഡ് ലാബാണ്. ക്വാളിറ്റിയാണ് ഇവിടെ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ക്വാളിറ്റിയിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു ലാബ്. ഈ ഗായത്രി ഫൗണ്ടേഷനിലെ ഡോക്ടർ എങ്ങനെ എൻ്റർ ചെയ്തു ഈ സ്നേഹജ്യോതി മന്ത്രിലേക്ക്? ശരിക്കും അത് ഒരു അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ. അപ്പം സുരേഷേട്ടൻ ആദ്യം പറഞ്ഞല്ലേ ഇവരൊക്കെ തുടങ്ങി ഇങ്ങനെ ഒരു യോഗ സെൻറ്ററും റേക്കി സെൻറ്ററും ഒക്കെ. അപ്പോൾ സുരേഷേട്ടൻ പറഞ്ഞു ഇവിടെ ഒരു ആയുർവേദത്തിൻ്റെ ഡെവലപ്മെൻറ്റും സമൂഹത്തിൻ്റെ നമുക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പൂക്കാരി ഗാർഡനൊക്കെ എടുത്തത് ഒരു ആയുർവേദിക് മരുന്നുകളുടെ പരിപാലനത്തിനാണ്. ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രശ്നങ്ങൾ ഇനി വരാൻ പോകുന്ന സമൂഹം അനുഭവിക്കാൻ പോകുന്ന ഈ റോ ഡ്രഗ്സിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ ഒരു കുറവാണ്. അതിനാദ്യം തന്നെ പരിഹാരം കണ്ടുകൊണ്ടാണ് തുടങ്ങിയത്. ആ ഗാർഡനിൽ എല്ലാവിധ ആയുർവേദ ചെടികളും കിട്ടുന്നുണ്ട്. അപ്പം അതിനുശേഷം ഇങ്ങനെ ഒരു ആയുർവേദ മരുന്നുകളുടെ വിപണനത്തെപ്പറ്റി അദ്ദേഹം ചിന്തിച്ചപ്പോൾ ഞാനും ആ സമയത്ത് ഇവിടെ എത്തിപ്പെട്ടു. അതൊരു ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. ആ ഒരു കൂട്ടുചേരൽ എല്ലാവരുടെയും മനസ്സൊന്നായിരുന്നു. കാരണം ശരിക്കും ഞങ്ങൾ ഒന്നിച്ച് കൊണ്ടുവന്നത് ആ ഒരു കാര്യമാണ്. എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നത് ഒന്നായിരുന്നു. കാരണം ഒരു നന്മ നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് വർക്ക് ചെയ്യുന്നു എന്നുള്ളത്.
അതെ. ഒരാളുടെ ശബ്ദം കൂടാണ്ട്. അതിലെ സത്യം സുരേഷ് മകനാണല്ലേ? എന്ത് ചെയ്യുന്നു? അച്ഛൻ്റെ കമ്പനി തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ഗായത്രി ഫൗണ്ടേഷൻ വന്നത്. അപ്പം ഈ അഗസ്ത്യ പിന്നെ അതിനനുബന്ധിച്ച മരുന്നുകളും ഞാൻ കേരളം കൂടാതെ ഓൾ ഇന്ത്യ ലെവലിൽ കൊണ്ടുകൊണ്ട് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇതിന്റെ ഓരോ കാര്യങ്ങളും ഇതിന്റെ പ്രോഡക്റ്റുകൾ എത്രയും നമ്മൾ മാർക്കറ്റ് ചെയ്യും, അത് പ്രചാരത്തിലാക്കാൻ. കാരണം ഇത്രയും നല്ലൊരു പ്രൊഡക്ട്സ് ഞങ്ങളെ കയ്യിലുണ്ടായാലും അപ്പോൾ അത് ഞങ്ങൾ മാക്സിമം ജനങ്ങളിൽ എത്തിക്കുക, അവർക്ക് ആ ഗുണം ലഭിക്കുക, അത്ര മാത്രമാണ് ഇതിന്റെ ശരിക്കും മെയിൻ ഉദ്ദേശം. അത് നിങ്ങളുടെ പ്രൊഡക്റ്റിന് വളരെ മിനിമം റേറ്റും ഒക്കെ ആ വിധത്തിലേ കിട്ടുന്നുള്ളൂ. കാരണം അത് മാക്സിമം ജനങ്ങളിൽ എത്തുക. ഈ ആദ്യം പറഞ്ഞ ഇവരൊക്കെ പറഞ്ഞില്ലേ, യോഗയിലൂടെയും ബ്രേക്കിലൂടെയും ആ നന്മ, ഈ ആയുർവേദത്തിന്റെ നന്മ ഇന്ന് ശരിക്കും ആയുർവേദത്തിലൂടെ ജനങ്ങളെ ചൂഷണം ചെയ്യായിരുന്നു. അപ്പൊ അതല്ലാതെ ശരിക്കും നന്മ ഉണ്ടാകും. ഞങ്ങളിപ്പം അത്രയും ആ ഒരു ആദ്യം എല്ലാവരും പറയും കഷണ്ടിയുടെ ഓയിൽ എന്ന് പറഞ്ഞാൽ പറ്റിക്കലാണ്, അങ്ങനെയാണ്. പക്ഷെ അതല്ല, ഇത് സത്യമായിട്ട് മുന്നോട്ട് വന്ന ഒരുപാട് പേര് മുമ്പിൽ നമ്മൾ മാർക്കറ്റ് ചെയ്ത് ആ മാർക്കറ്റിനെ നഷ്ടപ്പെടുത്തിയ ഒരുപാട് പേരുണ്ട്. അപ്പൊ അത് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആണ് ജനത്തിനുള്ള ഒരു സംശയം. അത് ഈ പുതുതായിട്ട് റിയലായിട്ട് വരുന്ന ഒരു മാർക്കറ്റിനെ പോലും ബാധിക്കുന്നു അല്ലേ? ഇപ്പം ഇന്ത്യ ഒട്ടുക്കും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറമേ ഒക്കെ ഈ അഗസ്ത്യയുടെ ഗുണങ്ങൾ എത്തിയിട്ടുണ്ട്, ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മൊത്തമായി എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ആയുർവേദത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ചുണ്ട്. യഥാർത്ഥമായിട്ട് ആയുർവേദം എന്ന് പറയുന്ന ഒരു മഹാത്മ്യം ഭാരതത്തിന്റെ ഈറ്റില്ലോ, ആയുർവേദത്തിന്റെ ഈറ്റില്ലം വേണമെങ്കിൽ നമുക്ക് ഭാരതം എന്ന് പറയാം. ഇന്ന് പക്ഷേ അതിൻ്റെ ഒരു പ്രചാരണം, അത് ശരിയായ ഇതൊരു ടൂറിസവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ടൂറിസം സെന്ററുകളിൽ ആയുർവേദത്തിന് ഒരു സുഖചികിത്സയുടെ പേരിൽ നടക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട്. കാരണം എല്ലാം ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുക ആൾക്കാർ. ഇപ്പം യോഗേന്റെ കാര്യം തന്നെ പറഞ്ഞ പോലെ ആയുർവേദം എന്ന് പറഞ്ഞാൽ ചിലർക്ക് പുറമേ നിന്ന് വരുന്ന ആൾക്ക് എന്താണ് മസാജ് ചെയ്യുന്ന ഒരു ഇതാണ്. ആയുർവേദത്തിന്റെ ശരിയായ സത്ത എന്താണെന്ന് അവരറിയുന്നില്ല. ഒരു മനുഷ്യനെ ഇപ്പം എല്ലാ മതങ്ങളും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിൽ ജീവിച്ചാൽ അയാൾക്ക് മാക്സിമം ആരോഗ്യം ഉണ്ടായാലേ ഒരാൾ ഗോഡിനെ കാണുന്നുള്ളൊരു കൺസെപ്റ്റിൽ എത്തുന്നുള്ളൂ. നിങ്ങൾക്ക് ദൈവത്തെ നേടാം അല്ലേ? ആത്മാവും ഈ പരമേശ്വരമായിട്ടുള്ള ആ ബന്ധം. പക്ഷെ ഇതിനു വേണ്ടി ആരോഗ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആയുർവേദം ചെയ്യുന്നതും ഈ ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇന്ന് ആൾക്കാർ അറിയുന്നത് മസാജ് ചെയ്യുന്ന ഓയിൽ, എണ്ണ മസാജ്. ഒരു ഇംഗ്ലീഷ് ബുക്ക് വായിച്ചപ്പോൾ അടുത്ത് ലവ് തെറാപ്പി ഓഫ് ആയുർവേദ നാട്ട് വെച്ച് സ്നേഹത്തെ കൊണ്ട് എന്തെങ്കിലും ചികിത്സയായിരിക്കുന്ന വിചാരിച്ചത്. അവർ സ്നേഹം എന്ന് പറഞ്ഞിട്ട് ആയുർവേദ സംസ്കൃതത്തിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ ഓയിൽ എന്നാണ് അർത്ഥം. എണ്ണ ചികിത്സയെ പറ്റിയാണ് അവർ ലവ് തെറാപ്പി എന്ന് പറഞ്ഞിരിക്കുന്നത്. അത്ര പോലും ആൾക്കാർക്ക് അറിയുന്നില്ല, നമ്മൾ അറിയിക്കുന്നില്ല. ഒരു വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ആയുർവേദത്തിന്റെ മഹാത്മ്യവും ആ അന്തസത്തയും യഥാർത്ഥമായ ദിശയിലേക്ക് ചേർക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. ആയുർവേദത്തിൽ ഈവൻ മരുന്നുകൾ കൊടുത്തിട്ട് അസുഖം മാറ്റേണ്ട മാത്രമല്ല പറയുന്നത്, ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ആ ശരീരത്തെ നിലനിർത്തി, ആരോഗ്യത്തെ നിലനിർത്തി മാക്സിമം ബ്ലിസിലേക്ക് എത്താൻ പറ്റും. ആയുർവേദത്തിന്റെ ഏറ്റവും കൂടുതലുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് പഞ്ചകർമ്മം. ഈ പഞ്ചകർമ്മ ചികിത്സാ സമ്പ്രദായം പോലും നേരായ വഴിക്ക് ഇന്ന് പല ആയുർവേദ സെന്ററുകളും നടത്തുന്നില്ലെന്നുള്ളത്. പക്ഷെ അതൊന്നും മാറിപ്പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദോഷവശങ്ങളെ കുറിച്ച് പോലും ചിന്തിക്കാതെ പഞ്ചകർമ്മ എന്നൊക്കെ ഇപ്പൊ ആൾക്കാർക്ക് അറിയുന്നത് എന്തൊക്കെ പേര് 2-3 വാക്കുകൾ പഞ്ചകർമ്മ എന്നൊക്കെയാണ്. പക്ഷെ പഞ്ചകർമ്മ വമനം ഈ ആയുർവേദത്തിന്റെ ഒരു ചെറിയ പോയിന്റ് ആണെങ്കിലും രോഗത്തെ വേരോടെ പിഴുതെടുക്കാൻ കഴിയുന്ന ഒരു ചികിത്സാ മാർഗമാണ് പഞ്ചകർമ്മ. നമ്മൾ എല്ലാ രോഗത്തിനും ഇപ്പൊ ആ രോഗം തിരിച്ചു വരാതിരിക്കാതെ മാറ്റാൻ പറ്റുന്ന ചികിത്സാ രീതിയാണ്. പക്ഷെ അതിൽ ഇന്ന് മാക്സിമം ഉപയോഗിക്കുന്ന ആൾക്കാർ പഞ്ചകർമ്മ ചെയ്തു എന്നാ പറയാം, മസാജ് ചെയ്തിട്ട്. 5 രീതിയിൽ ഇന്റേണൽ ക്ലീനിങ് ആണ്. ആ ഇന്റേണൽ ക്ലീനിങ്ങിനെയാണ് വമനം, വിരേചനം, നസ്യം, ശംഖപ്രക്ഷാളനം, രക്തമോക്ഷം. ഈ രക്തമോക്ഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചകർമ്മം ചെയ്യുന്ന ആളുകൾക്ക് അത് ഉത്തരം ചെയ്യാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ഒരു വണ്ട് വന്ന് അതല്ല ഉദ്ദേശിക്കുന്നത്. രക്തമോക്ഷം എന്ന് പറഞ്ഞാൽ അട്ടനെ കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു സർജറി അല്ലേ? ആയുർവേദത്തിലെ ഒരു സർജറിയാണ്. ഞങ്ങൾ ഇവിടുന്ന് ഡോക്ടറിനെ എത്രയോ ആളുകളെ ഈ അട്ട ചികിത്സ കൊണ്ട് ഈ ദൂഷിച്ച രക്തങ്ങൾ എടുത്തിട്ട് ഇവിടുന്ന് തന്നെ സ്നേഹജ്യോതി മന്ദിരത്തിൽ തന്നെ എത്രയോ ആളുകൾക്ക് ഈ രോഗം വളരെയധികം സുഖപ്പെട്ടു പോയിട്ടുണ്ട്. അത് ആൾക്കാർ പക്ഷെ ഇന്ന് അറിയുന്ന ഒരു കാര്യമാണ് ഈ പഞ്ചകർമ്മം. നിങ്ങളിപ്പം ചോദിച്ചു, പക്ഷെ ആൾക്കാർ അറിയുന്നത് ഈ മസാജ്, ഓയിൽ മസാജ്, ഇതിനെയൊക്കെ പഞ്ചകർമ്മത്തിന്റെ ഒരു പൂർവ്വകർമ്മം മാത്രമാണത്.
കുളിക്കാൻ പോകുന്നതിന് മുന്നേ എണ്ണ തേക്കുന്ന ഒരു കർമ്മം മാത്രമാണ്. ബാക്കി കാര്യം കിടക്കുന്നുണ്ട്. പക്ഷെ ആൾക്കാർ ഇപ്പം കേരളത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അഭ്യംഗവും പിഴിച്ചിലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പഞ്ചകർമ്മം ചെയ്തു എന്ന് പറഞ്ഞു. നസ്യം എന്താണെന്ന് പോലും ശരിക്കായിട്ടുള്ള രീതിയിലല്ല. അപ്പൊ അതിനെ ഒക്കെ ഞങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന അതിനുവേണ്ടിയുള്ള ഒരു ശരിയായ ഒരു നേരായ മാർഗത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ഒത്തുചേരൽ. അതാണ് ഗായത്രി ഫൗണ്ടേഷൻ. ഗായത്രി എന്ന പേര് കൊണ്ട് എന്താണ് സുരേഷ് ചേട്ടാ ഉദ്ദേശിച്ചത്? ഗായത്രി പേരിട്ടത് നവഗ്രഹങ്ങളുടെ ഒരു സ്വാധീനം ആണ് ഞാൻ ഉദ്ദേശിച്ചത്. നവഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് നമുക്ക് പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ജാതകത്തിനും എല്ലാ നവഗ്രഹങ്ങളിലെ കൂട്ടായ്മ അതേപോലെ ഉണ്ടായാലും നമുക്ക് അതിന്റെ ഗുണം നമുക്കുണ്ടാവും. അതിലാണ് ഞാൻ ആ ഗായത്രി എന്നുള്ള ഒരു പേരിട്ട്. ഒട്ടനവധി ആൾക്കാർക്ക് സൗജന്യമായിട്ടുള്ള ഒരു ക്ലാസ് ഈ സ്നേഹജ്യോതി മന്ത്രത്തിൽ ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നത്. ക്ലാസ് ഡെയിലി അതെങ്ങനെ ചെയ്തിരിക്കുന്നു? ഡെയിലി പല ആൾക്കാരുടെ വന്നിട്ട് ക്ലാസ് നടക്കുന്നുണ്ട്. പല രീതിയിലുള്ള ആൾക്കാരും ക്ലാസ് നടത്താൻ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഞായറാഴ്ച നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മുടെ സ്വന്തം ക്ലാസ് തന്നെ യോഗയും ട്രൈക്കും നല്ല പല പരിപാടികളും ഞായറാഴ്ച ഫുള്ളായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ എന്ത് ആണ് ചെയ്യാൻ സുരേഷ് ചേട്ടൻ ഉദ്ദേശിക്കുന്നത്? ഫ്യൂച്ചറിൽ നമ്മുടെ കേരളം മുഴുവനും ഇത് എത്തിക്കഴിഞ്ഞാലുള്ള ഗുണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വെരിക്കോസ് വെയിൻ അതൊരു ദിവസം കൊണ്ട് മാറ്റാൻ കഴിയുന്ന രോഗമാണ് നമ്മുടെ ബ്രീത്തിങ് സിസ്റ്റത്തിലെ കൂടി. അത് പല ആളും ഇപ്പം നമ്മളെ ഫോട്ടോ കൊടുത്തിട്ട് ഇങ്ങനെ ആൾക്കാരെ അന്വേഷിച്ച് വരുന്നുണ്ട്. അത് ഒരു ദിവസം കൊണ്ട് തന്നെ അവർക്ക് അതിന് പ്രയോജനം കിട്ടുന്നുണ്ട്. വെരിക്കോസ് വെയിന് ഇപ്പം വേറെ ചികിത്സ കൊണ്ട് ഇംഗ്ലീഷ് ചികിത്സ കൊണ്ട് അത് പൊട്ടിക്കേറി നാശാവുന്ന സ്ഥിതിയാണ്. പക്ഷെ നമ്മുടെ ബ്രീത്തിങ് സിസ്റ്റത്തിലെ കൂടി അത് നല്ലൊരു ഒരു ദിവസം കൊണ്ട് മാറ്റാൻ കഴിയുന്ന രോഗമാണ്. അതുപോലെ പൈൽസ് അതിൽ നമ്മൾ വളരെ ടെക്നിക്കായിട്ടുള്ള ഈ പ്രാണായാമം കൊണ്ട് നമുക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ രോഗങ്ങളും മാറ്റിയെടുക്കാൻ പ്രാണായാമത്തിൻ്റെ ശക്തി നമുക്കുണ്ട്. നമുക്ക് എല്ലാ ശരീരത്തിൻ്റെ ഏത് ഭാഗവും പ്രാണം എത്തിക്കേണ്ട ഒരു കഴിവ് ഇവിടുത്തെ സ്നേഹജ്യോതിയിലുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന നമുക്ക് ഏത് രോഗത്തെയും നമുക്ക് ഇപ്പം ക്യാൻസർ അന്ന് ആ പ്രാണായാമം കൊണ്ട് ചികിത്സിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഇത് നമുക്ക് നേടിയെടുക്കാൻ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ആയുർവേദ സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറുടെ ഏത് സമയത്തുണ്ട് 24 8 മണിക്കൂർ ഇവിടെ ഉണ്ടാവും. നേരം അതും നമുക്ക് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഡോക്ടർ ട്രീറ്റ്മെന്റ് നൽകുന്നുണ്ടല്ലോ. അതിന് ഒരു ആയുർവേദത്തിന്റെ അതിന് ഒരുപാട് പേര് വരുന്നുണ്ട്. ഒരു നമ്മൾ ഈ ഒരു സമൂഹത്തിലൊരു നന്മ മാത്രം ഒരു ഐശ്വര്യവും സമാധാനവും ഒക്കെ ഉണ്ടാവാൻ യോഗാചാര്യയുടെ ഒരു വിഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എൻ്റെ കയ്യിൽ പഞ്ചസാര ഉണ്ടെങ്കിലേ എനിക്ക് വേറെ ആൾക്ക് പഞ്ചസാര കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ആദ്യം ഞാൻ പഞ്ചസാര ഉണ്ടാക്കാൻ പരിശ്രമിക്കണം, എന്നിട്ടേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ മാതിരി ആദ്യം എനിക്ക് സമാധാനം ഉണ്ടാണ്ടേ. എനിക്ക് സമാധാനം ഇല്ലാതെ ഞാനെങ്ങനെ ആളുകൾക്ക് സമാധാനം കൊടുക്കുക? അപ്പം ആദ്യം ഓരോ വ്യക്തിയും ആ വ്യക്തിക്ക് സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് വിതരണം ചെയ്യുക. അതാണ് യഥാർത്ഥം. നമുക്ക് സമാധാനം ഇല്ലാതെ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ സാധിക്കില്ലല്ലോ, ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. ലോകം മുഴുവൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരവർക്ക് ഇല്ലാത്തൊരു കാര്യം അവരവർക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യം നിങ്ങൾ സമാധാനം ഉണ്ടാക്കാതെ, എന്നിട്ട് ശേഷം സമാധാനം ഇല്ലാത്ത ആളുകൾ നിങ്ങളടുത്ത് വരുമ്പോൾ അവർക്ക് കൊടുക്കുക. കാരണം വിശന്ന് വരുന്നവന് ഭക്ഷണം കൊടുക്കുക, ദാഹിച്ച് വരുന്നവന് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞ മാതിരി. എല്ലാവരും ഭക്ഷണം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ അതെന്തോ ഒരു സംതിങ് റോങ് എന്ന് വിചാരിക്കും. ആദ്യം നമ്മളെ കയ്യിൽ അത് ഉണ്ടാവുകയും നമ്മളതെല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു സന്മനസ്സുണ്ടാവുകയും ചെയ്യും. അതാണ് യാഥാർത്ഥ്യം. അതല്ലാതെ വിജയിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ലോകം മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടാവിന് വിവരമില്ലാണ്ടല്ല സൃഷ്ടിച്ചത്. സൃഷ്ടാവ് സമ്പൂർണ്ണമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ മനുഷ്യന്റെ അകത്ത് ഇന്ന് മനുഷ്യനല്ലാത്ത ചെകുത്താൻ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ആ ചെകുത്താനെ പിടിച്ച് പുറത്താക്കലാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെകുത്താൻ എന്ന് വെച്ചിരിക്കുന്നത് അവനവന്റെ ദുഷ്ട സ്വഭാവങ്ങളല്ലേ. ആ ദുഷ്ട സ്വഭാവങ്ങളെ നന്നാക്കി എടുക്കലാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ദുഷ്ട സംസ്കാരം പോയി ഒരു ഗായത്രി ഫൗണ്ടേഷൻ എന്നുള്ള ഒരു സീറ്റിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. പുതിയൊരു തലമുറ ഈ ഒരു ഇവിടെ നിന്ന് കാര്യം അച്ഛനിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ ഒരു മെസ്സേജ്
എത്രത്തോളമാണ് നമ്മൾ ഈ യങ് ജനറേഷന് നമുക്ക് നൽകാൻ കഴിയും? ഞാൻ ഇതിപ്പം റീസെൻ്റ്ലി ജോയിൻ ചെയ്തതാണ്, പലതും പഠിച്ചു വരുന്നേ ഉള്ളൂ. അതിൽ പൂർണ്ണാവധി എല്ലാ യുവാക്കൾക്കും എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അത് ശരിയായ ദിശയിൽ ഇതൊരു ശരിയായ മാർഗമായതുകൊണ്ട് ഒരു വളരെ സന്തോഷത്തോടെ ജോയിൻ ചെയ്തു. അത് വളരെ നന്ദി എല്ലാവർക്കും. ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു നന്മയുടെ അംശം, നന്മ എന്താണ്, അത് നന്മ എങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് നൽകാം, ന്യായമായ രീതിയിൽ എല്ലാവരും കൂടെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും കൂടെ ചേർന്നപ്പോൾ വലിയൊരു പ്രസ്ഥാനമായിരുന്നു ഗായത്രി ഫൗണ്ടേഷൻ. അതിലൂടെ നന്മയുടെ വളരെയധികം ഒരിക്കലും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ആയുർവേദവും റേക്കിയും യോഗയും ഒക്കെ നന്മയുടെ വശത്തേക്ക് വന്നു ചേർന്നു. ഒരു നന്മ കൊണ്ട് ഈ ഗായത്രി ഫൗണ്ടേഷൻ പൂർണ്ണതയിലെത്തിക്കഴിഞ്ഞു. അവരുടെ ഒറ്റമൂലി എന്ന മാസിക അതിലൂടെ കേരളത്തിലുടനീളം പ്രചാരത്തിലെത്തി വളരെയധികം മുന്നോട്ട് പോവുകയാണ്. ഒരാൾക്ക് ചെയ്യാൻ കഴിയും, എല്ലാവരും കൂടെ ഒരു സമൂഹത്തിന് വേണ്ടി ചെയ്യണം എന്ന ഒറ്റ നല്ല വശത്തെ മാത്രം നമ്മൾ ചിന്തിക്കുക. ആ വശം കൊണ്ട് മുന്നോട്ട് പോകാൻ ഇവർക്ക് ഇനിയും കരുത്ത് സർവേശ്വരൻ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.